പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 4ാം ക്ലാസ് തദ്രീബു തിലാവയിലെ രണ്ടാമത്തെ പാഠമായിട്ട് നമുക്ക് വരുന്നത് എന്താണ്? അഹ്കാമും മീമി സാക്കിനയിലെ ഇൽഹാറിനെ കുറിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ പാഠത്തില് ഇദ്ഗാമും ഇഖ്ഫാഉം പഠിച്ചിരുന്നു. സാക്കിനായ മീമിന് ശേഷം മീമ് വരുമ്പോൾ ഇദ്ഗാമും, സാക്കിനായ മീമിന് ശേഷം ബാ വരുമ്പോൾ ഇഖ്ഫാഉമാണെന്ന് മനസ്സിലാക്കി. രണ്ടാമത്തെ പാഠത്തിൽ മീമിന് ശേഷം ഇൽഹാർ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ പാഠഭാഗത്തിന്റെ ഫസ്റ്റ് ഭാഗം നിങ്ങൾക്ക് ഏതാണ് ഹിഫ്ലിന് വരുന്നത്, ഏതാണ് നിങ്ങൾക്ക് നോക്കി ഓതാനുള്ള ആയത്തുകൾ എന്നൊക്കെ മനസ്സിലാക്കാം. അത് മക്കിയായ സൂറത്താണ്. പിന്നെ അതിന്റെ പാരായണം നമുക്ക് കേൾക്കാൻ ബാർകോഡ് സ്കാൻ ചെയ്താൽ അതിന്റെ കൂടെ പാരായണം കേട്ട് പഠിക്കാനൊക്കെ കഴിയും. അപ്പൊ നമുക്ക് പാഠഭാഗത്തിൽ മനസ്സിലാക്കേണ്ടത് ഇൽഹാർ എങ്ങനെയാണ് സാക്കിനായ മീമിന് ശേഷം ഇൽഹാർ വരുന്നത് എന്നതാണ്. സുക്കൂനുള്ള മീമിന് ശേഷം മീമും ബാവും, അതായത് ഇദ്ഗാമിന്റെ അക്ഷരമായ മീമും ഇഖ്ഫാന്റെ അക്ഷരമായ ബാവും അല്ലാത്ത ഏത് അക്ഷരം വന്നാലും സാക്കിനായ മീമിനെ എന്ത് ചെയ്യണം? അവിടെ ഉന്നത്ത് നൽകാതെ വ്യക്തമായി ഉച്ചരിക്കണം. ഇപ്പൊ സാക്കിനായ മീമ് സുക്കൂനുള്ള മീമ് തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ് ഇൽഹാർ വരുന്നത്? സുക്കൂനുള്ള മീമിന് ശേഷം മീമും ബാവും അല്ലാത്ത ഏത് അക്ഷരം വന്നാലും മീമിന് ഉന്നത്ത് നൽകാതെ വ്യക്തമായി ഉച്ചരിക്കണം. അതായത് മീമും ബാവും, ഇദ്ഗാമിന്റെ അക്ഷരമായ മീമും ഇഖ്ഫാന്റെ അക്ഷരമലായ ബാവും അല്ലാത്ത ഏത് അക്ഷരങ്ങൾ വന്നാലും സാക്കിനായ മീമിന് ശേഷം ബാക്കി ഏത് അക്ഷരവും, സാക്കിനായ മീമ് എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള മീമ് തന്നെയാണ്, അത് വന്നാല് എന്ത് ചെയ്യണം? അവിടെ ഉന്നത്ത് നൽകാതെ വ്യക്തമായി ഉച്ചരിക്കണം. ഇതിനാണ് ഇൽഹാർ എന്ന് പറയുന്നത്. അപ്പോ നമുക്കവിടെ താഴെ 2 ബോക്സിൽ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഹും പ്ലസ് ഫീഹി എന്നവിടെ ആദ്യം കാണാം. അപ്പൊ അത് കൂടി വരുമ്പോൾ ഹും ഫീഹി എന്നത്, അപ്പോൾ ഹും ഫീഹി എന്നൊന്നും ഓതാൻ പാടില്ല. വ്യക്തമാക്കണം, മീമിനെ ഉന്നത്ത് നൽകരുത്. ഹും എന്ന് പറഞ്ഞ ഉന്നത്ത് നൽകരുത്. ഹും ഫീഹി, ഹും സുക്കൂനുള്ള മീമിനെ വ്യക്തമാക്കിയിട്ട് പറയണം. ഹും ഫീഹി. അതുപോലെ അടുത്ത ബോക്സിൽ അം വാലുൻ, അം പ്ലസ് വാലുൻ, അംബാലുൻ, അംബാലുൻ. ഉന്നത്ത് കൊടുക്കരുത് കേട്ടോ. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇൽഹാർ എന്താന്നുള്ളത്. അപ്പൊ ഇവിടെ ഒന്നാമത്തേല് ഫാവും വന്നു, രണ്ടാമത്തേല് എന്താണ്? മീമിന് ശേഷം ബാവു ആണ് വന്നത്. ഇതുപോലെ ഏത് അക്ഷരങ്ങൾ വരാം, ബാവും മീമും ആവാഞ്ഞാ മതി. ബാക്കി ഏത്, ദാല്, തോ, കാഫ്, കാഫ്, അല്ലെ, ഇങ്ങനെയുള്ള ഏത് അക്ഷരങ്ങളും സുക്കൂനുള്ള മീമിന് ശേഷം വന്നാല് നമുക്കവിടെ എന്താ ചെയ്യാം? ഇൽഹാർ ചെയ്തിട്ട് വേണം ഓതാന്. ഇനി സുക്കൂനുള്ള മീമിന് ശേഷം വാവും താവും ദാലും, ഈ 3 അക്ഷരങ്ങൾ വരുന്ന പദങ്ങൾ, 2 പദങ്ങൾ വീതം നമ്മൾ പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് എഴുതി പരിശീലിക്കണം. അപ്പോൾ ഇവിടെ താഴെ വാവിന്റെ ഒന്നെടുത്ത് നമുക്ക് 2 ഉദാഹരണങ്ങൾ എഴുതണം. പിന്നെ താന് വന്നത്, അപ്പൊ നിങ്ങൾക്ക് പഠിക്കാൻ വന്ന സൂറത്ത് ഷുറാവും സൂറത്ത് നംലുമാണ്. അതെടുത്തിട്ട് നിങ്ങൾ നോക്കണം. നോക്കിയിട്ട് ഇതുപോലെ മീമിന് ശേഷം വാവ് വന്നത്, ഇപ്പൊ നമുക്കിവിടെ അംവാലു എന്ന് വന്നില്ല, അതുപോലെ വന്ന 2 ഉദാഹരണങ്ങൾ കണ്ടെത്തിയിട്ട് എഴുതണം. നമുക്ക് ഈ പാഠഭാഗത്തിന്റെ ഈ പേജ് 13ാമത്തെ പേജില് ഖുറാനിൽ നിന്ന് കണ്ടെത്താന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ആയത്തിന്റെ ഭാഗങ്ങൾ തന്നിട്ടുണ്ട്. ലൗകത്തിയന്ന ഐദീക്കും വ അർജുലക്കും, അതില് എന്താണ്? സുക്കൂനുള്ള മീമിന് ശേഷം വാവ് വന്നിട്ടുണ്ട്. അത് സൂറത്ത് ഷുറായിലാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഖുറാനിൽ നിന്ന് കണ്ടെത്താനുള്ളതുമാണ്. അത് കണ്ടെത്തി നമുക്ക് വേണമെങ്കിൽ ഇവിടേക്ക് വാവിനുള്ള ഒരു ഉദാഹരണം ആക്കിയിട്ട് എഴുതാം. അതുപോലെ തന്നെ നമുക്ക് മുകളില് കാല നാം വ ഇന്നക്കും, അവിടെയും സുക്കൂനുള്ള മീമിന് ശേഷം വാവ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഖുറാനിൽ കണ്ടെത്തലും ആവും, നമുക്ക് ഉദാഹരണം എഴുതാനും കഴിയും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ അവിടെ വന്ന അം ലം തക്കുൻ, അതും സൂറത്ത് ഷുറായിൽ നിന്ന് തന്നെയാണ്. മീമിന് ശേഷം താ വന്നു. അപ്പൊ താ വന്നതിന് നമുക്ക് 2 ഉദാഹരണം എഴുതണം. അപ്പൊ അതും അവിടെ മനസ്സിലാക്കാം. മുകളിൽ വന്ന ഇല്ലം തന്തഹി, അതും
മീമിന് ശേഷം താ വന്നതിന് ഉദാഹരണമാണ് മനസ്സിലാക്കാം. ഇനി ദാല് വന്നത് അത് നിങ്ങൾ ഖുറാനിൽ നോക്കിയിട്ട് കണ്ടെത്തണം. 2 ഉദാഹരണങ്ങൾ വീതം കണ്ടെത്താം. മീമ് വന്നിട്ട് അതിനുശേഷം വരുന്ന വേർഡ്സിന്റെ ആദ്യത്തില് അംവാലെന്ന് വന്ന പോലെ ചേർന്നും വരാം കേട്ടോ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതാം. ഇനി നമുക്ക് പദങ്ങൾ എഴുതി പരിശീലിക്കാനും അവിടെ വന്ന ഇൽഹാറിന്റെ അക്ഷരം ഏതാണെന്ന് മനസ്സിലാക്കാനുമാണ് അവിടെ കാല നാം വ ഇന്നക്കും അവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വാവ് വന്നു അല്ലെ. അതതുപോലെ കോപ്പി എഴുതുന്നത് പോലെ അക്ഷരങ്ങളുടെ ആകൃതി വലുപ്പൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതാം. ഇനി അടുത്തത് ഇല്ലം തൻതഹി. ഇല്ലം തൻതഹി സുക്കൂനുള്ള മീമിന് ശേഷം താ വന്നു. ഫഹും ലാ യഷ്കുറൂൻ അവിടെ മീമിന് ശേഷം ലാമ് വന്നിട്ടുണ്ട് ലാ എന്നുള്ള അല്ലേ. അത് മനസ്സിലാക്കാം. പിന്നെ അഹൂഹും സോലിഹുൻ മീമിന് ശേഷം സോദ്. വഅക്സറുഹും കാദിബൂൻ മീമിന് ശേഷം കാഫു വന്നു. ഇനി ഖുർആനിൽ കണ്ടെത്താനുള്ളത് നമ്മൾ പറഞ്ഞു ലൗഖത്തിയന്ന ഐദിയക്കും വഅർജുലക്കും. ഇത് സൂറത്ത് ഷുറായിൽ നിന്നാണ്. അംലം തക്കും മിനൽ വാഇഖീൻ അതും ഷുറായിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഇന്നി ലക്കും റസൂലുൻ അമീൻ ലക്കും റസൂലുൻ അമീൻ മീമിന് ശേഷം റാ വന്നത് അതും സൂറത്ത് ഷുറായിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഇൻമത്തൈനാഹും സിനീൻ അവിടെ മീമിന് ശേഷം സീന് വന്നു അതും സൂറത്ത് ഷുറായിൽ നിന്ന് തന്നെയാണ്. അതൊക്കെ മനസ്സിലാക്കുക. അപ്പൊ ഷുറായിലെ ഏതൊക്കെ ആയത്താണെന്നൊക്കെ ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമുക്ക് അടുത്തത് ഖുർആനിൽ ഒരു ദുആ തന്നിട്ടുണ്ട്, അത് പഠിക്കണം. എന്താണ്? റബ്ബന ആമന്ന ഫഗ്ഫിർ ലനാ വർഹംനാ വഅൻത ഖൈറുർ റാഹിമീൻ. ഹിഫ്ൽ എക്സാമിന് കാണാതെ പറഞ്ഞു കൊടുക്കാൻ വരും. പിന്നെ തദ്രീബ് തിലാവയുടെ എക്സാം അതിനും നമുക്ക് പൂർത്തിയാക്കി കൊടുക്കാം, വിട്ട ഭാഗം പൂർത്തിയാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ വരാം. അപ്പൊ അത് മനസ്സിലാക്കണം. പിന്നെ ഈ പാഠത്തെ ആസ്പദമാക്കിയിട്ട് എക്സാമിന് ചോദ്യങ്ങൾ വരിക എങ്ങനെയാണ്? നമുക്ക് ഇതുപോലെ ഖുർആനിൽ നിന്നുള്ള ഏതെങ്കിലും ആയത്തിന്റെ ഭാഗങ്ങൾ തരും. മീമിന് ശേഷം ബാ വന്നതും മീമിന് ശേഷം മീമ് വന്നതും പിന്നെ മീമിന് ശേഷം മറ്റക്ഷരങ്ങൾ വരുന്നതും. അപ്പൊ നമ്മൾ അതെന്ത് ആ രീതിയിൽ ഇദ്ഗാമായിട്ടും ഇഖ്ഫ ആയിട്ടും ഇൽഹാർ ആയിട്ടും ഓതി കൊടുക്കണം. അതൊക്കെയാണ് എക്സാമിന് വരിക. പിന്നെ ഒരു ആയത്ത് തന്നിട്ട് ഇപ്പൊ ഇൻകുന്തും മൂക്കിനിയും തന്നിട്ട് ഇത് ഇഖ്ഫ ആണോ ഇൽഹാമാണോ ഇൽഹാർ ആണോ ചോദിച്ചാൽ നമുക്ക് മീമിന് ശേഷം മീമാണ് വന്നത്, അപ്പൊ അത് ഇദ്ഗാമാണ് എന്നൊക്കെ ടിക്ക് ചെയ്യാനോ നേരെ എഴുതി കൊടുക്കാനൊക്കെയാണ് എക്സാം വരിക. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാം. ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.